സൗകര്യമുള്ള സമയത്തേ കുഞ്ഞുണ്ടാകാവൂ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ. ഉം. ലൈംഗികത തെറ്റാകുന്നത് എങ്ങനെയാണ്? ഇഷ്ടമുള്ള ലോകത്തെ എല്ലാ ജീവികളും ജീവൻ തുടരുന്ന സ്ഥലമല്ലേ. അതെങ്ങനെ തെറ്റാകുന്നത്? ഇത് മുഴുവൻ ഈ ജാതി സമൂഹങ്ങൾ ഉണ്ടാക്കിയതല്ലയോ. അവരുമായി ബന്ധം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ലൈംഗികത തെറ്റായത്. മൈത്രേയൻ അപ്പൊ ലൈംഗികതയിലും അല്ലെങ്കിൽ ഉം, ലൈംഗികതയും നിയന്ത്രണങ്ങളാണോ വേണ്ടത്? എങ്ങനെയാണ് അറിഞ്ഞ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക വേണ്ടത്. ഭക്ഷണം ഉം. എങ്ങനെ കഴിക്കണം? ഏതാണ് ന്യൂട്രീഷ്യസ് ആയ ഫുഡ്? ഏതാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ഭക്ഷണം? എന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. വണ്ടി ഓടിക്കുമ്പം എന്തെല്ലാം സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചാ പോരെ? അപ്പൊ ലൈംഗികത എത്ര വയസ്സ് തൊട്ട് പഠിപ്പിച്ച് തുടങ്ങണം? നമ്മൾ പഠിപ്പിക്കേണ്ടത് ജനിക്കുന്ന കുഞ്ഞിനോട് പഠിപ്പിക്കേണ്ട അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിപ്പിച്ചാൽ മതി. ഓക്കെ. ലൈംഗികമായ കാര്യങ്ങളിൽ 10 വയസ്സ് വരെ ആർക്കും ഒരു താല്പര്യവും കാണത്തില്ല. ഉം. കാരണം നമുക്ക് അതിന്റെ ചോദന ഉള്ളിൽ നിന്നാണ്. വിശപ്പില്ലാത്തപ്പോൾ നിങ്ങൾ തിന്നാൻ ശ്രമിപ്പിച്ചാൽ ഭയങ്കര പാടാണ്. അതെ, അതെ, അതെ. അത് ഈ ലൈംഗികമായ ത്വര ഉണ്ടാകുന്നത് ഒരു 10 വയസ്സിന് അപ്പുറത്തോട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ കുഞ്ഞുണ്ടാകും. ഉം. മെൻസ്ട്രുവേഷൻ വന്ന് നിനക്ക് അണ്ഡം ഉണ്ടായി. നിനക്ക് സ്ഖലനം ഉണ്ടായി. നിനക്ക് കുഞ്ഞുണ്ടാകും. ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടായി പോകും. ആ കുഞ്ഞുണ്ടായാൽ അതിനെ വളർത്താൻ പറ്റത്തില്ല. വളർത്താൻ പറ്റാനൊക്കെ നീ തന്നെ ഞങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത്രയും പഠിപ്പിച്ചാൽ പോരെ?